ഒരൊറ്റ കരാർ, ഒരൊറ്റ ഒപ്പ്. ഒരു രാജ്യത്തിന്റെ മുഴുവൻ കുടിനീരും കൃഷിയും നിശ്ചയിക്കുന്നത് ആ ഒരൊറ്റ തീരുമാനമായിരിക്കും. പാകിസ്ഥാനിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് സിന്ധു നദീജല കരാറാണ്. സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ബംഗ്ലാദേശും നീങ്ങുന്നത്. 30 വർഷം മുൻപ് ഇന്ത്യയുമായി ഒപ്പിട്ട ഗംഗാജല കരാർ അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി. ബംഗ്ലാദേശിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ആ ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്. 1996-ൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ഒപ്പിട്ട ചരിത്രപരമായ ഗംഗാജല ഉടമ്പടി 2026 ഡിസംബറിൽ അവസാനിക്കുകയാണ്. ഈ ഉടമ്പടി പുതുക്കുന്നതിനുള്ള നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളും ഇപ്പോൾ തുടക്കമിട്ട് കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി നദികളിലെ ജലപ്രവാഹം ശാസ്ത്രീയമായി അളക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ഫറാക്ക പോയിന്റിലും ബംഗ്ലാദേശിലെ ഹാർഡിംഗ് പാലത്തിനും മുകളിലുമായി സംയുക്ത സംഘം പരിശോധന നടത്തി വരികയാണ്. മെയ് 31 വരെ ഓരോ 10 ദിവസത്തിലും ജലനിരപ്പ് അളക്കും. കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പുതിയ കരാറിലെ വ്യവസ്ഥകൾ തീരുമാനിക്കൂ എന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ തർക്കത്തിന് പിന്നിലെ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് നോക്കാം. 1975-ലെ പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദിയിലെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനും കൊൽക്കത്ത തുറമുഖം സംരക്ഷിക്കാനുമായി ഇന്ത്യ ഫറാക്കയിൽ ഒരു തടയണ നിർമ്മിച്ചു. ഇത് ബംഗ്ലാദേശിലേക്കുള്ള ജലലഭ്യത കുറയ്ക്കുമെന്ന് അഥവാ അവർ വാദിച്ചതുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യം തുടങ്ങിയത്. ദശകങ്ങൾ നീണ്ട തർക്കത്തിനൊടുവിൽ 1972-ൽ രൂപീകരിച്ച ജോയിന്റ് റിവർ കമ്മീഷൻ വഴിയാണ് 1996-ൽ ഇത്തരത്തിലൊരു ധാരണയിലെത്തിയത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 54 നദികളാണ് പങ്കിടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗംഗാ നദിയെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കപ്പെട്ടത് കഴിഞ്ഞ 30 വർഷത്തെ സമാധാനത്തിനും വഴിയൊരുക്കി. നിലവിൽ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം ഏറെ സങ്കീർണമാണ്. ഇന്ത്യ വിരുദ്ധ വികാരം അവിടെ ശക്തമാകുന്നതിനിടെയാണ് ഈ കരാർ പുതുക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയും ഉണ്ട്. ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് അവിടെ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും നിലവിലുണ്ട് ബംഗ്ലാദേശിൽ. പാകിസ്ഥാൻ പലപ്പോഴും ജലകരാറുകളെ രാഷ്ട്രീയ ആയുധമാക്കാൻ നോക്കി പരാജയപ്പെട്ട ഒരു ചരിത്രം കൂടി നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് കേവലം ഒരു ജലത്തിന്റെ കണക്കല്ല, മറിച്ച് ദക്ഷിണേഷ്യയിലെ തന്ത്രപ്രധാനമായ ഒരു നയതന്ത്ര നീക്കമാണ്. പുതിയ കരാറിലെ വിഹിതം കുറഞ്ഞാൽ അത് ബംഗ്ലാദേശിലെ കൃഷിയെയും പരിസ്ഥിതിയെയും ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജലപങ്കിടൽ ശതമാനം, സീസണൽ ഒഴുക്ക്, പാരിസ്ഥിതിക ആഘാതങ്ങൾ എന്നിവയിൽ ഊന്നിയായിരിക്കും വരാനിരിക്കുന്ന ചർച്ചകൾ. ഇന്ത്യയുമായിട്ടുള്ള ഈ ഉടമ്പടി ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വെറുമൊരു കരാറല്ല, അവരുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. അയൽ രാജ്യങ്ങളുമായി ഉള്ള ബന്ധത്തിൽ ഇന്ത്യയുടെ മേധാവിത്വം ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാകും 2026-ലെ ഈ പുതിയ ഉടമ്പടി. പാകിസ്ഥാന്റെ വഴിയിലൂടെ ബംഗ്ലാദേശ് സഞ്ചരിച്ച് പണി വാങ്ങി കൂട്ടുമോ അതോ സഹകരണത്തിന്റെ പുതിയ പാത തുറക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.